ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കോസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എഗ് മലായി എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഒരു പ്രത്യേക ഫ്ലേവറുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 3 സവാളയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് മിക്സിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. സവാളയും പച്ചമുളകും ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിലേക്ക് വേണ്ടി ഞാൻ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. നേരത്തെ തന്നെ പുഴുങ്ങിയിട്ട് ഹാഫായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. പിന്നെ നല്ല ടേസ്റ്റിയുമാണ്. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരുപാട് പൊടികളൊന്നും ചേർക്കത്തില്ല. ഇനി ഇതിലേക്ക് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, സാധാ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയായിട്ട് നന്നായിട്ട് പാലൊന്ന് മിക്സായി വരണം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. എണ്ണയും തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ഇങ്ങനെ തിരിച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയുടെ പുറത്തേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 2-3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മുട്ടയൊന്നും ഉടയാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർക്കാം. ഇനി ഇത് വീണ്ടും 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. എഗ് മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയായ എഗ് മലായി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.